ഹായ് ഫ്രണ്ട്സ്, ഡെവലപ്പർ മാസ്റ്റർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂവിനെ കുറിച്ചാണ്. ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. അപ്പോൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്രേക്കാണ് പറയുന്നത്. ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഇതിന് മുന്നേ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ബ്രേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വിച്ചിൽ നമ്മൾ എങ്ങനെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ജസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിനെന്ത് ചെയ്തു, കളർ എന്നുള്ളൊരു നെയിം കൊടുത്തു, അത് ഞാൻ റെഡാക്കി സെറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, സ്വിച്ച് അതിനകത്ത് എക്സ്പ്രഷൻ, അതായത് ഇവിടെ കളർ എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, കേസ് കൊടുത്തു. റെഡ് ആണെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് കളർ ഈസ് റെഡ് എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മളിവിടെ ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തൊരു കേസ് കൊടുത്തു, വി എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് കളർ ഈസ് ഗ്രീൻ എന്നുള്ളത് കൊടുത്തു. ഇവിടെ എന്തായിരുന്നു സംഭവിച്ചത്? ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കളറ് റെഡ് ആണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചിനകത്ത് വന്നിട്ട് ഫസ്റ്റ് കേസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ കളർ റെഡ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ പുറത്ത് കിടക്കുക, ഈ സ്വിച്ചിൻ്റെ പുറത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. ബ്രേക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു ബ്ലോക്കിന് പുറത്ത് കിടക്കാനായിട്ടാണ് നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു ഫോർ ലൂപ്പിനകത്ത് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഫോർ i = 1, i <= 10, അതുപോലെ തന്നെ i++. എന്നിട്ട് ഞാൻ അതിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് i എന്നുള്ളത് പ്രിൻ്റ് ചെയ്തു. കൺസോൾ എടുത്ത് നോക്കാം, 10 വരെയുള്ള വാല്യൂസ് ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ പറയുകയാണ്, if i > 5 ആണെങ്കിൽ ബ്രേക്ക് എന്നുള്ളത് ഞാൻ കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്ത് സംഭവിച്ചു, 5 വരെ വന്നു, അതിന് ശേഷമുള്ള വാല്യൂസ് വരുന്നില്ല. അപ്പോൾ അതിനെന്തായിരിക്കും കാരണം? അതായത് ഇവിടെ നമ്മൾ 10 വരെ നമ്മൾ ഈ ലൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താ, ഇവിടെ നമ്മൾ കണ്ടീഷനിൽ ഐയുടെ വാല്യൂ > 5 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐയുടെ വാല്യൂ ഫസ്റ്റ് ടൈം 1 ആണ്, പിന്നെ 2 ആവും, 3 ആവും, 4 ആവും, 5 ആവും. എന്താവും, ഇവിടെ നമ്മൾ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഈ ആക്ഷൻ ഇവിടെ എക്സിക്യൂട്ട് ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ കൊടുത്തിട്ടുള്ള ലൂപ്പിൻ്റെ പുറത്ത് കിടക്കും. അപ്പോൾ 5 വരെ വരും. 5 വെച്ച് ഗ്രേറ്റർ ആകുമ്പോൾ എന്താവും, നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും, ഈ ബ്ലോക്കിൻ്റെ പുറത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഈ ഫോർ ലൂപ്പിൽ ചെയ്ത കാര്യം വൈൽ ലൂപ്പിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെ വൈൽ ലൂപ്പാക്കി മാറ്റുകയാണ് ഞാൻ. അപ്പോൾ അതിനായിട്ട് വേറെ i = 1 ആക്കി ഇവിടെ സെറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, വൈൽ ലൂപ്പിനകത്ത് i <= 10 എന്നുള്ള കണ്ടീഷൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഐയുടെ വാല്യൂ ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് കൺസോൾ ഒന്ന് എടുത്ത് നോക്കാം. എന്ത് സംഭവിച്ചു, 2, 3, 4, 5 എന്നുള്ളത് വന്നിട്ടുണ്ടല്ലേ. നമ്മളിവിടെ ഐയുടെ വാല്യൂ ഇനീഷ്യലി 0 ആക്കി സെറ്റ് ചെയ്യണം. അപ്പോൾ 1 2 3 4
5 6 വരെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഫസ്റ്റ് ഐയുടെ വാല്യൂ 0 ആണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. അല്ല, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. വൈൽ ലൂപ്പിനകത്ത് വരുന്നു. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആണ്. അപ്പോൾ വീണ്ടും ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ എപ്പോഴാണോ ഈ ഐയുടെ വാല്യൂ 5നെ വെച്ച് ഗ്രേറ്റർ ആവുന്നത്, അപ്പോൾ ഈ ലൂപ്പിൻ്റെ പുറത്ത് കിടക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് കണ്ടിന്യൂവിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനിവിടെ ഫോർ ഐ ഈക്വൽ ടു 1 ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ഐ പ്ലസ് പ്ലസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ഐ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ചെക്ക് ചെയ്യാണ്. ഇഫ് ഐ ലെസ് ദാൻ 5 എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് അതിനകത്ത് കണ്ടിന്യൂ കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസോൾ ചെയ്ത് കഴിഞ്ഞാൽ 5 മുതൽ 10 വരെയുള്ള വാല്യൂസ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. 5 വരെയുള്ള വാല്യൂസ് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഐയുടെ വാല്യൂ 1 ആണ്. എന്നിട്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഐയുടെ വാല്യൂ ലെസ് ദാൻ 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ലൂപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാതെ എന്ത് ചെയ്യും? ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. അടുത്തത് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ചെക്ക് ചെയ്യുന്നു. 5 ലെസ് ദാൻ 2 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തു. അപ്പോൾ ട്രൂ ആണല്ലേ. വീണ്ടും ആ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും, ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാതെ. വീണ്ടും ഐയുടെ വാല്യൂ 3 ആവും. എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 3 ലെസ് ദാൻ 5 ആണോ? അതെ അല്ലേ, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ വീണ്ടും ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഈ കണ്ടീഷൻ എപ്പോൾ ഫാൾസ് ആവുന്നു അതുവരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ആ കണ്ടീഷൻ എപ്പോൾ ഫാൾസ് ആവുന്നു അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ഐ എന്ന് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ? അപ്പോൾ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? അല്ല അല്ലേ. അപ്പോൾ എന്താ? അപ്പോൾ ഈ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ഐ എന്നുള്ളത് വർക്ക് ചെയ്യും. അങ്ങനെ ഏതുവരെ വർക്ക് ചെയ്യും? 10 വരെ വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ 5 6 7 8 9 10 എന്നുള്ള ഈ വാല്യൂസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂവിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ തന്നെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.